അത് സീനിയർ ലോയറുമായിട്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കും. എന്തായാലും ഒരു ജാമ്യം ലഭിക്കുമെന്നല്ലേ പ്രതീക്ഷിച്ചിരുന്നത്? നമ്മൾ വളരെ പോസിറ്റീവായിട്ടല്ലേ ചിന്തിക്കും. അത് രാംപിള്ള സാറായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. ഓർഡർ പഠിക്കണം, ഓർഡർ പഠിച്ചിട്ടില്ല. അല്ല അത് ആശുപത്രിയിലെ ഡോക്ടറും അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടും എല്ലാം തീരുമാനിക്കണം. ഒന്നുമില്ല, അത് ദേ വിൽ ടേക്ക് കെയർ. അതിനകത്തൊന്നും നമ്മുടെ ഒരു ഇന്റർഫിയറൻസിന്റെ ആവശ്യമില്ല. ഏത് ജില്ലയിലേക്കാണ് മാറ്റുന്നത്? ഇവിടെ സബ് ജയിൽ എറണാകുളമായിരിക്കും. അറിയില്ല, അതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, നമ്മുടെ കയ്യിലല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ഇരിക്കുന്നത്. പ്രധാനമായും വാദങ്ങൾ ഉന്നയിച്ചിരുന്നത് ജാമ്യം ലഭിക്കാവുന്ന കേസാണ് എന്ന് തന്നെയല്ലേ പ്രധാനമായും വാദിച്ചിരുന്നത്? തീർച്ചയാണ്. അല്ലേ, നമ്മൾ ആ ഓർഡർ പഠിച്ചാലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നോ ഇതിന് മുന്നോട്ട് പോയിരുന്നത്? ഞാൻ വളരെ ഒരു ശുഭാപ്തി വിശ്വാസിയാണ്, എന്നും ശുഭാപ്തി വിശ്വാസിയാണ്. അതല്ല സാറേ, ഈ പ്രോസിക്യൂഷൻ പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കരുത്, അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഓർഡർ പഠിക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ കാര്യമുണ്ടോ? പഠിക്കട്ടെ, ഓർഡർ പഠിച്ചതിന് ശേഷം പറയാം. അപ്പീലല്ല, നാളെ നമ്മൾ ജില്ലാ കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. അത് രാംപിള്ള സാറാണ് തീരുമാനിക്കേണ്ടത്. രാംപിള്ള സാർ സീനിയേഴ്സുമായിട്ട് ആലോചിച്ചതിന് ശേഷം നമ്മൾ തീരുമാനിക്കും. അല്ല, അത് സാറുമായിട്ട് ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും.